ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 17ാമത്തെ പാർട്ടാണ്. എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ പാർവണി എൻ്റെ അനീത്തിയായിട്ട് ദത്തെടുത്തു. പിന്നെ ഇവളെ കാണുമ്പോൾ എവിടേക്കോ എൻ്റെ അനീത്തിയുടെ കട്ടുണ്ട്. അതിന് നിനക്ക് അനീത്തിയില്ലല്ലോ? ശിവ എടുത്തടിച്ച പോലെ ചോദിച്ചു. അതിനിപ്പോൾ എന്താ, ഇപ്പം ആയില്ലോ, ദേവ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് പാർവണയും രേവതിയും. അല്ല, നീ എന്തോ ഒരാളെ മാത്രം അനീത്തിയാക്കണേ? ഇവർ രണ്ടുപേരില്ലേ? ഇവർ രണ്ടുപേരെ അങ്ങ് സഹോദരിമാരായി ദത്തെടുക്ക്. ശിവ അത് പറഞ്ഞു. ദേവ അവനെ കണ്ണൂരിട്ട് നോക്കി. ഏയ്, അത് വേണ്ട. ഇവളെ കൂടി സിസ്റ്ററായ ഭാവിയാൽ അതൊരു പ്രശ്നമായാലോ? പാർവണ ദേവനെ നോക്കി പറഞ്ഞു. രേവതി തന്നെയല്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതെന്താ അങ്ങനെ? ശിവ ചോദിച്ചു. അല്ല, ഈ രണ്ടനീത്തിമാരായ എൻ്റെ ബ്രദറിന് ബുദ്ധിമുട്ടാവും. 2 പെങ്ങന്മാരെ കെട്ടിച്ചയക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെ ചിലവുള്ള പരിപാടിയാ, പാർവണ പറഞ്ഞു. തമാശയൊക്കെ മതി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി ഈ സംസാരം തുടർന്നാൽ തനിക്ക് പാരയാവെന്ന് മനസ്സിലാക്കിയ ദേവ വിഷയം മാറ്റാനായി പറഞ്ഞു. ഇനി എന്ത് കാര്യം? വിജയാണ് ഉറ്റയെന്ന് മനസ്സിലായില്ലേ, പിന്നെന്താ? പാർവണ സംശയത്തോടെ ചോദിച്ചു. ഒരാളെ കണ്ടുപിടിച്ചോ? ഇനി ഒരാൾ കൂടി ഉണ്ട്. വിജയന് ഒരിക്കലും ഇതൊന്നും ഒറ്റയ്ക്കും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ മൊത്തം 10-40 സ്റ്റാഫ് ഉണ്ട്. അതിലാരും ആവാം എൻ്റെ സഹായി. ഗൗരവമായി ശിവ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ശ്രുതി, രേവതി അത് പറഞ്ഞ എല്ലാവരും അവളെ തന്നെ നോക്കി. ശ്രുതി ചേച്ചിയോ? പാർവണ വിശ്വാസം വരാതെ ചോദിച്ചു. അവൾ തന്നെ. തനിക്ക് ഉറപ്പാണോ? ശിവ ചോദിച്ചു. 100% ഉറപ്പില്ല. പക്ഷേ ശ്രുതി ഇവളോട് ശിവ സാർ ഇവളെന്താ സംസാരിക്കുന്ന, പ്രൊജക്റ്റ് എന്തായി, അങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്നുവെച്ച് ശ്രുതിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, രേവതി കുറച്ച് മടിയോടെ പറഞ്ഞു. എന്ത് കാര്യം? പാർവണ ആകാംക്ഷയോട് ചോദിച്ചു. ആകാംക്ഷ കൂടി അവളുടെ കണ്ണ് പുറത്തേക്ക് വരുന്ന അവസ്ഥയിലാണ്. ഇന്നലെ ഞാൻ ശ്രുതിയുടെ ഫോണിലെ കുറച്ച് ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ ശ്രുതിയുടെയും വിജയുടെയും ഒപ്പം കുറച്ചുള്ള ഫോട്ടോസ് കണ്ടു. അതിനിപ്പോൾ എന്താ, ഞാനും കണ്ണനും കൂടെ ഒരുമിച്ച് എത്രയോ ഫോട്ടോസ് ഉണ്ടല്ലോ. നീ നിന്റെ വായ അടച്ചൊന്നും വെച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ച് പുറത്തിടും, അവളും അവളുടെ ഒരു കണ്ണനും, ശിവദേഷ്യത്തോടെ പറഞ്ഞു. ഇത് അങ്ങനത്തെ ഉള്ള ഫോട്ടോസ് അല്ല. ഐ തിങ്ക് അവർ ലിവിങ് ടുഗദർ ആണെന്ന് തോന്നുന്നു. എങ്ങനത്തെ ഫോട്ടോസാണിത്? ഹോട്ടാണ്? പാർവണ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നീടാണ് അവൾക്ക് അടുത്ത് ദേവയും ശിവയുള്ള കാര്യം ഓർമ്മ വന്നത്. അവൾ പതിയെ ഇടം കണ്ടിട്ട് ദേവയും ശിവയൊന്ന് നോക്കി. ദേവ തൻ്റെ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. ശിവയാണെങ്കിൽ അവൾ ദേഷ്യത്തോടെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ ഫോൺ റിങ് ചെയ്തു. ശ്രുതിയായിരുന്നു വിളിച്ചത്. ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ടും രേവതിയെ കാണാത്തതുകൊണ്ടാണ് ശ്രുതി വിളിച്ചത്. നിങ്ങളെന്തായാലും പോയിക്കോളൂ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ദേവ അത് പറഞ്ഞു. പാർവണയും രേവതിയും പുറത്തേക്ക് ഇറങ്ങി. ശിവ ഇതെല്ലാം കേട്ട് നിനക്ക് എന്താണ് തോന്നണേ? ദേവ ഗൗരവത്തോടെ ചോദിച്ചു. എന്ത് തോന്നാൻ? ആ പെണ്ണിൻ്റെ നാവിനൊരു ലൈസൻസ് ഇല്ല, അത്ര തന്നെ, ശിവ പറഞ്ഞു. ഏത് പെണ്ണിന്? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. ആ പാർവണയ്ക്ക്, അല്ലാതെ ആർക്കാ? ഡാ, ഞാൻ ചോദിച്ച പാർവണയുടെ കാര്യമല്ല, വിജയിൻ്റെയും ശ്രുതിയുടെയും കാര്യ, ദേവ ചിരിയോടെ പറഞ്ഞു. ഓ സോറി, ഞാൻ വിജയുടെ ശ്രുതിയുടെ കാര്യമാണ്. അത് ഞാൻ നോക്കാം. നീ വൈകുന്നേരത്തെ മീറ്റിങ്ങിന് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. നമ്മുടെ കമ്പനിയുടെ ഭാവി ഇപ്പം നിൻ്റെ കയ്യിലാണ്, ശിവ അത് പറഞ്ഞു പുറത്തേക്ക് പോയി. തമ്മിൽ കാണുമ്പോൾ ശിവയും പാർവണയും എപ്പോഴും വഴക്കാണെങ്കിലും അവൾ കൂടെ ഉള്ളപ്പോൾ ശിവയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ദേവയ്ക്കും തോന്നിയായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിൽ ശ്രുതിയെ ശിവ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അങ്ങോട്ട് തുള്ളിച്ചാടിപ്പോയ ശ്രുതി ആയിരുന്നില്ല തിരിച്ചു വന്നത്. മൂക്കമൊക്കെ വാടി, കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിരുന്നു. ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ബാഗ് എടുത്ത് ഇറങ്ങിപ്പോകുന്ന ശ്രുതിയെ കണ്ട് രേവതിക്ക് എന്തോ സങ്കടം തോന്നിയിരുന്നു. ഡി, ഇനിയെങ്കിലും പറ, എന്താ നീ ശ്രുതി ചേച്ചിയുടെ ഫോണിൽ കണ്ടേ? ഓഫീസ് വിട്ടിട്ട് പോകുന്നതിനിടയിൽ പാർവണ രേവതിയോട് കുത്തി കുത്തി ചോദിക്കുകയാണ്. എന്ത് കണ്ടു തുമ്പി നീ ചോദിക്കണേ? ഞാൻ ഒന്നും കണ്ടില്ല. നീ എന്താടി ഇങ്ങനെ? ഒന്ന് പാറാടി, എന്താ നീ കണ്ടേ? തുമ്പി, നീ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങൂട്ടാ.
രേവതി പാർവണയെ ചീത്ത പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവർക്കരികിൽ ഒരു കാർ വന്നു നിന്നത്. അവർ ഇരുവരും സംശയത്തോടെ കാറിനുള്ളിൽ ആളെ നോക്കി. കയറിക്കോ, ദേവ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി പറഞ്ഞ് അവരോട് പറഞ്ഞതും രേവതി കാറിൽ കയറാൻ ഒന്ന് മടിച്ചു നിന്നു. അപ്പോഴേക്കും പാർവണ ചാടി കയറിയിരുന്നു. നീ എന്ത് നോക്കിയേക്കോ ദേവു, വേഗം കയറ്, പാർവണ രേവതിയെ നോക്കി പറഞ്ഞു. രേവതി കുറച്ച് മടിയോടെ ബാക്ക് സീറ്റിൽ കയറി. സാറെന്തെന്ന് ഒറ്റയ്ക്കാണല്ലോ, പാർവണ സംശയത്തോടെ ചോദിച്ചു. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിന്, പോവാണ്, ദേവ ചിരിയോടെ പറഞ്ഞു. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ശിവസാറിൻ്റെ ബ്രദർ തന്നെയാണോ സാറ്? സാറിൻ്റെ സ്വഭാവം ശിവസാറിൻ്റെ സ്വഭാവം തമ്മിലേ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. സാറിൻ്റെ അമ്മയുടെ സ്വഭാവം നല്ലതാണ്, ആ അമ്മയുടെ മകനാണ് ശിവസാറെന്ന് സ്വഭാവം കണ്ടാൽ തോന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടി, ഞാൻ കഴിഞ്ഞ ആഴ്ച ആകാശത്തു നിന്നും പൊട്ടി വീണതാ, എന്തേ നിനക്ക് വല്ല നഷ്ടമുണ്ടാ? പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അശരീരി കേട്ടതുപോലെ പാർവണ ഞെട്ടി കാറിനുള്ളിൽ മൊത്തത്തിലേക്ക് നോക്കി. ശിവയെ കാണാനില്ല, പക്ഷെ അവന്റെ ശബ്ദം താൻ കേട്ടതല്ലേ, ഇനി തനിക്കങ്ങനെ തോന്നിയതാണ്. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയാ? വീണ്ടും ശിവയുടെ ശബ്ദം കേട്ടപ്പോഴാണ് പാർവണ തനിക്ക് തോന്നിയതല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഫോൺ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തിരിക്കുന്ന അവൾ അറിഞ്ഞത്. ശിവ ദേവിയോട് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് രേവതിയെയും പാർവണയും കണ്ടത്, അവരെ കാറിൽ കയറ്റിയതും. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് പാർവണ ഇത്ര നേരം ശിവയെ കുറ്റം പറഞ്ഞിരുന്നത്. ആകാശത്തു നിന്നും പൊട്ടി വീഴാൻ ഇയാളാരെ ദൈവോ? പാർവണ പതിയെ ആണ് പറഞ്ഞെങ്കിലും ശിവ അത് നന്നായിട്ട് വ്യക്തമായിട്ട് കേട്ടിരുന്നു. അതെ, ഞാൻ ദൈവം തന്നെയാ, പാർവണ എന്ന വടയക്ഷിയെ കൊല്ലാൻ വേണ്ടി അവതാരമെടുത്ത ദൈവം, ശിവ തിരിച്ചു പറഞ്ഞു. താൻ ദൈവമല്ലടോ പിശാച, രേവതി അപ്പോഴേക്കും പാർവണയുടെ വായ അടച്ചു പിടിച്ചിരുന്നു. നീയൊന്നും മിണ്ടാതിരിക്കേണ്ട തുമ്പി, രേവതി താക്കീതോടെ പറഞ്ഞതും പിന്നെ പാർവണ ഒന്നും മിണ്ടാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞതും ദേവിയും ശിവയും ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം കേട്ട് ബാക്ക് സീറ്റിൽ പാർവണയെ രേവതി ഇരിക്കുന്നുണ്ട്. ദേവ, നീ എത്താറായോ? പ്രസന്റേഷൻ ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്യണം കേട്ടോ, ശിവദേവിയോടായി പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷനാവാതെ ശിവ, ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും. അതല്ലടാ, എനിക്കിപ്പോൾ എന്തോ ഒരു ടെൻഷൻ. ആകെ 3 കമ്പനിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ആ 3 നമ്മുടെ കമ്പനി ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത്രയും കാലത്ത് നമ്മുടെ അധ്വാനം എല്ലാം വേസ്റ്റായി പോവും. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ എന്നെ കൂടെ ടെൻഷനാക്കല്ലോ ശിവ, ദേവ ദയനീയമായി പറഞ്ഞു. പിന്നെ തിരക്കിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം മറന്നു. ഇന്ന് വൈകുന്നേരമാണ് യങ് എൻ്റർപ്രനേഴ്സിൻ്റെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ലിസ്റ്റിൽ നിൻ്റെ പേരുണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ കൊല്ലം നിനക്ക് തന്നെയായിരിക്കും. അതിൻ്റെ ഒപ്പം ഈ പ്രൊജക്റ്റ് കൂടെ നമുക്ക് കിട്ടിയ ഡബിൾ ഹാപ്പി, ശിവ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാലും ഞാൻ കോള് കട്ട് ചെയ്യാം, ഓൾ ദ ബെസ്റ്റ് ദേവ, ശിവ അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തും പാർവണ ശ്വാസം ഒന്ന് നേരെ വിട്ടു. ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായ. പാർവണ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. സാറിന് ടെൻഷൻ ഉണ്ടോ? രേവതി ദേവിയോട് ചോദിച്ചു. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. ഈ പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിനെ കൂടെ ബാധിക്കും. അല്ല സാർ, ഞാൻ മറ്റൊരു സംശയം കൂടെ ചോദിക്കട്ടെ? കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് പാർവണ വീണ്ടും ചോദിച്ചു. എന്താ കാര്യം? ദേവ അവളോട് ചോദിച്ചു. സാറാണോ ശിവസാറാണോ മൂത്തത്? ഐ മീൻ, നിങ്ങളിൽ ആരാണ് ചേട്ടൻ? തനിക്ക് ഞങ്ങൾ രണ്ടുപേരെയും കണ്ട ആരെയാ ചേട്ടൻ തോന്നണേ? അങ്ങനെ ചോദിച്ചാൽ ദേവസാറിനെ കണ്ട ചേട്ടനെന്നും ശിവസാറിനെ കണ്ട അനിയനാണെന്ന് തോന്നും. അത് കേട്ട് ദേവ ഒന്ന് പുഞ്ചിരിക്ക് മാത്രം ചെയ്തോ. ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ് തന്നെയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ദേവ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? അപ്പം നിങ്ങളിത് ട്വിൻസ് ആണോ? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. രേവതി അവളെ നോക്കി കണ്ണുരുട്ടെ. നീയൊന്നും മിണ്ടാതിരിക്കടി, രേവതി താക്കിയതോടെ പറഞ്ഞു. പിന്നെ പാർവണ ഒന്നും മിണ്ടാൻ പോയില്ല. നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ നേരെയാ. പാർവണയുടെയും രേവതിയുടെയും വീട്ടിലേക്കുള്ള റോഡിൻ്റെ സൈഡിൽ കാർ ഒതുക്കിക്കൊണ്ട് ദേവ പറഞ്ഞു. താങ്ക്സ്, അത് പറഞ്ഞ് രേവതി കാറിൽ നിന്നിറങ്ങി. ഒപ്പം പാർവണയും. ഓൾ ദ ബെസ്റ്റ് സാർ, നമ്മുടെ കമ്പനിക്ക് തന്നെ ഈ പ്രോജക്റ്റ് കിട്ടും കേട്ടോ.
പാർവണി ദേവയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പാർവണിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഫോണുമായി സൈഡിലേക്ക് നിന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് സാർ. പ്രൊജക്റ്റ് നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടും. അതുപോലെ ബിസിനസ് അവാർഡ് സാറിന് തന്നെ കിട്ടട്ടെ. രേവതി അത് പറഞ്ഞ അല്പം മടിയോടെ ദേവയ്ക്ക് നേരെ കൈ നീട്ടി. ദേവ ഒരു പുഞ്ചിരിയോടെ അവൾക്ക് തിരിച്ച് കൈ കൊടുത്തു. 1 മിനിറ്റ്. അത് പറഞ്ഞ് ദേവ തൻ്റെ കാറിൽ നിന്നൊരു പേപ്പർ എടുത്ത് രേവതിക്ക് നേരെ നീട്ടി. രേവതി സംശയത്തോടെ പേപ്പറിലേക്കും ദേവയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. വാങ്ങിക്കേ. അന്തം വിട്ടു നിൽക്കുന്ന രേവതിയെ ദേവ പറഞ്ഞതും അവൾ ആ പേപ്പർ വാങ്ങി. അപ്പോഴൊക്കെ ഞാൻ പോവാണ്. അത് പറഞ്ഞ് ദേവ കാർ മുന്നോട്ടെടുത്തു. രേവതി ദേവയുടെ കാർ കൺമുന്നിൽ മറയുന്നവരെ അവിടെ തന്നെ നോക്കിയിരുന്നു. എടി വേഗം വാ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാർവണ വേഗം കോള് കട്ട് ചെയ്തു. രേവതിയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് നടന്നു. ഒപ്പം ഒന്നും മനസ്സിലാവാതെ രേവതിയും. മിസ്റ്റേക്ക് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. മൊത്തം വെള്ളിയാണ്. എഡിറ്റ് ചെയ്ത് ഞാൻ മടുത്തു. അത് കാരണം അങ്ങനെ വിട്ടത്. അപ്പോൾ എല്ലാവരും കമൻറ്റിനെ പ്രതീക്ഷിക്കുന്നു. ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ ട്ടാ.